ആ ദുഃഖത്തിൽ പങ്കാളിയാകുക എന്നുള്ളതിന് പകരം തെറ്റായി വ്യാഖ്യാനിച്ച് ആ ആത്മഹത്യ ചെയ്ത സർക്കാർ ജീവനക്കാരെയും അവരുടെ കുടുംബത്തെയും ഇങ്ങനെ അവമാനിക്കാൻ കോൺഗ്രസ് UDF പുറപ്പെടാൻ പാടില്ലായിരുന്നു. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ ഏറ്റുകൊടുക്കയിലുള്ളൊരു BLO ആത്മഹത്യ ചെയ്ത സംഭവമാണ്. ഇന്നതാ രാജസ്ഥാനിൽ SIRുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു BLO ആത്മഹത്യ ചെയ്തു. വയനാട്ടിൽ ഈ വോട്ടർ പട്ടിക തീവ്ര പരിശോധനയിൽ പങ്കെടുത്തിട്ടുള്ള ഒരു BLO തലകറങ്ങി വീണ് ബോധം കെട്ടിട്ട് ആശുപത്രിയിലാണ്. ഇത് വയനാട്ടിൽ മാത്രമല്ല, പല പ്രദേശങ്ങളിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബംഗാളിൽ ഒരു BLO തലകറങ്ങി വീണ് കൽക്കട്ടയിൽ ആശുപത്രിയിലാണ്. ഇത് നാം മനസ്സിലാക്കേണ്ടത്, ഈ SIR തീവ്ര വോട്ടർ പരിശോധന ഇത് യഥാർത്ഥത്തിൽ ഒരു വസ്തുതാപരമായി കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമല്ല. BJPക്ക് അനുകൂലമായി വോട്ടർ പട്ടിക മാറ്റി തീർക്കാൻ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നിലപാടിൻ്റെ ഭാഗമാണ് ഈ നടപടികളെല്ലാം എന്ന് നിരീക്ഷിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ജീവനക്കാർക്ക് ചെയ്യാൻ കഴിയാവുന്ന ഒരു പ്രവർത്തനത്തിനൊരു പരിധിയില്ലേ? അവരുടെ മേലെ ഭീഷണി, സമ്മർദ്ദം ഇതെല്ലാം ചെലുത്തിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന പ്രവൃത്തികൾക്കപ്പുറമല്ലേ അവരുടെ മേലെ ഭാരം അടിച്ചേൽപ്പിക്കുന്നു. നിങ്ങൾ നാളെ 4 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പടി പോകും, നിങ്ങളെ പുറത്താക്കും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു സർക്കാർ ജീവനക്കാരന് മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ സാധിക്കുക? അവർക്ക് ജോലി ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ് അവരെ ഏൽപ്പിച്ചിട്ടുള്ള ചുമതല. കണ്ണൂർ കളക്ടർ പറയുന്നത് ജോലി സമ്മർദ്ദം മൂലമല്ല ഈ ആത്മഹത്യ, പോലീസിന്റെ വകുപ്പ് തല അന്വേഷിക്കുന്നത്. ഏറ്റുകൊടുക്ക CPM മാത്രമുള്ള ഒരു പഞ്ചായത്താണ്. അവിടെ അത്തരത്തിൽ പ്രാദേശിക ഭീഷണി ഉണ്ടായെന്നാണ് ഇവിടെ കൂടെ പോയ കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും. അത് കോൺഗ്രസ്സുകാർ പറയുമായിരിക്കും. അത് കോൺഗ്രസിൻ്റെ കൈവശം ഉണ്ടാക്കുന്നതാണ്. ആ കുടുംബത്തിൻ്റെ മരണപ്പെട്ടുപോയ ജീവനക്കാരൻ്റെ പിതാവും മാതാവും സഹോദരങ്ങളും പറഞ്ഞില്ലേ, ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഈ ജോലിയുടെ ഭാരം സഹിക്കാൻ കഴിയുന്നില്ല എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഇടപെടലില്ല എന്ന് ആ ജീവനക്കാരൻ്റെ പിതാവ് പറഞ്ഞില്ലേ? നിങ്ങൾ അതിനല്ലേ പ്രാധാന്യം കൊടുക്കേണ്ടത്? ഈ നിലവാരമില്ലാത്ത കോൺഗ്രസ്സുകാർ പറയുന്നതിനോടാ. പ്രതിപക്ഷ നേതാവ് ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ്സുകാരൻ പറയുന്നതല്ലേ പ്രതിപക്ഷ നേതാവ് പറയുക? അയാൾ ഇവിടെ വന്നിട്ടാണോ? ഞാനിപ്പോൾ അവിടെ പോകുന്നുണ്ട്, ഏറ്റുകൊടുക്കുക. ആ മരണപ്പെട്ട ജീവനക്കാരൻ്റെ വീട്ടിൽ ഞാൻ പോകുന്നുണ്ട്. അവിടെ തിരുവനന്തപുരത്ത് കുത്തിയിരുന്നാൽ VD സതീശൻ ഇതറിയുമോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർ പറയുന്നതല്ലേ. ഇവിടെ പ്രചരിപ്പിക്കുന്ന തെറ്റായ കാര്യം VD സതീശനോട് പറയും, കോൺഗ്രസിൻ്റെ നേതാക്കളോട് പറയും, നാളെ വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയോട് പറയും. അത് കേട്ട് പറയുന്നവരായി കോൺഗ്രസ് അധപ്പതിച്ചതാണ് ഇപ്പോൾ അവർക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തം.